ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്താണ് അടുത്ത മാസത്തോ അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ മാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ വരികയാണ് അല്ലേ. ഇനി നമ്മളുടെ മുന്നിൽ എത്ര മാസമുണ്ട്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 4 മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമ്മളുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെടുവാണ്. അപ്പൊ ഇത്രയും നാള് നിങ്ങൾ ചിന്തിക്കാത്ത പോലെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കാനൊരു ടൈമാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ഒരു നിമിത്തമായിട്ടാണ് എന്ന് വിശ്വസിക്കുക. അതായത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ്. നിങ്ങളൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം എഴുതാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ, LDC. ഇനി നിങ്ങൾക്ക് 10th ക്വാളിഫൈഡ് അല്ല എങ്കിൽ 7th ലെവൽ ആണ് നിങ്ങൾക്കുള്ളെങ്കിൽ ആ കമ്പനി ബോർഡ് LGS എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി വരുന്ന സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ട് ഓരോന്നിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ എന്താണ് വരാൻ പോവുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021 എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പൊ 2021 നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് അന്നത്തെ ടൈമിൽ പ്രിലിംസ് ഉണ്ടായിരുന്നു, മെയിൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് 2023 ഡിസംബർ മാസത്തോട് കൂടിയിട്ട് എന്തുണ്ടായിരുന്നടാ? നമുക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജില്ലാതല അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റും കട്ട് ഓഫ് ഒക്കെ വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കട്ട് ഓഫിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ വരും. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് നമുക്കൊരു 6 മാസം എന്നുള്ളത് നമ്മളുടെ മുന്നിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ആൾറെഡി 7 മാസം പോട്ടെ, നിങ്ങൾക്ക് 7 മാസം എന്നുള്ളത് സെറ്റ് ചെയ്തിട്ട് ഈ 7 മാസം കൊണ്ട് നമ്മൾ എടുക്കുന്ന റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന എഫേർട്ടാണ് നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ഇപ്പോഴല്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്, കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ കിട്ടുന്നത്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ദിവസമെങ്കിൽ കുറച്ച് നിങ്ങൾ പഠിച്ചു പോകുന്നത് അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മളൊരു മത്സര പരീക്ഷ PSC ആവട്ടെ, SSC ആവട്ടെ, ഇവൻ UPSC എക്സാം ആവട്ടെ, നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ മെയിനായിട്ടും വരുന്നത് കൺസിസ്റ്റൻസി ഇല്ലായ്മ, ആളുകളുടെ കുത്തുവാക്ക് പറച്ചില്, നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാനായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പഠിച്ചു, 2ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നില്ല, ഒരു 5 ദിവസം നമ്മൾ പഠിച്ചു, 6ാമത്തെ ദിവസം തൊട്ട് പഠിക്കുന്നില്ല എന്നാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യുന്ന 5 ദിവസം എടുത്ത എഫേർട്ടിന് യാതൊരു വില ഉണ്ടാവാതെ ആവുകയാണ്. ഒരു അരമണിക്കൂർ, നിങ്ങളൊരു ദിവസം 2 മണിക്കൂർ, അല്ലെങ്കിൽ ഞാൻ മെയിനായിട്ട് പറയുകയാണ് ഒരു 2 hours എങ്കിലും. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കോഴ്സിനെ കുറിച്ചുകൂടി ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ കോഴ്സ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുമ്പം ചിന്തിക്കുക, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ഓക്കെ അല്ല. നമ്മുടെ കോഴ്സ് നമ്മളൊരു 2 hours ആണ് ഡെയിലി പറയുന്നത്. ആ 2 hours എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്കൊരു 5 hours 6 hours പോകാൻ പറ്റില്ല. അതായത് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മളുടെ കോഴ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനും ബെവ്കോ LDCക്കും എല്ലാത്തിനും നിങ്ങൾ ആ ഒരു സിംഗിൾ കോമൺ ആയിട്ടുള്ള കോഴ്സ് എന്ത് ചെയ്താൽ മതി? പർച്ചേസ് ചെയ്താൽ മതി. കോഴ്സിൽ നമ്മൾ നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ Day 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 3 ക്ലാസ്, അതിൻ്റെ PDF നോട്ട്സ് തരുന്നുണ്ട്, അതിൻ്റെ മോക്ക് ടെസ്റ്റും തരുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് എത്രമാത്രം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നറിയാനായിട്ട് മാക്സിമം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നൽകുന്നുണ്ട്. ലൈവ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. SSCRT ചാപ്റ്റർ വൈസ് ആയിട്ട് ഞങ്ങൾ സോർട്ട് ചെയ്ത് ഓരോ ചാപ്റ്ററും അതിൻ്റെ മോക്ക് ടെസ്റ്റും തരുന്നുണ്ട്. അതായത് എല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസം എന്താണ് കൃത്യമായി പഠിക്കേണ്ടതെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ 2026 ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് PSCക്ക് പുതുതായിട്ട് വരണം. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞു ഓൾറെഡി, നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് നെക്സ്റ്റ് ഇയർ എന്തായാലും എന്തുണ്ടാകും, എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ വളരെ പെട്ടെന്നാണ് എക്സാം നടക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻസ് എക്സാം തന്നെയാണ് അതിന് കൂടുതലും സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇതുവരെയായിട്ട് തയ്യാറാകുന്നില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്, ഒന്നും അറിയില്ല, എന്താണ് തുടങ്ങേണ്ടതെന്ന് ഒന്നും അറിയില്ലെങ്കിൽ
ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ ഇനി ഓൾറെഡി കഴിഞ്ഞ ലിസ്റ്റിൽ ചെറിയൊരു മാർക്കിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളത്, മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു വേണ്ട ഒരു അത്യാവശ്യം അഡ്വാൻസ് ലെവൽ കോഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ കോഴ്സിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ബേസിക്, ഇന്റർമീഡിയറ്റ്, അതുപോലെ അഡ്വാൻസ് ലെവൽ എന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അഡ്വാൻസ് ലെവൽ ആണെങ്കിൽ പോലും നമ്മൾ പറയുന്ന രീതിയിൽ ക്ലാസ്സസ് കണ്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് MCQs വർക്കൗട്ട് ചെയ്ത് മാക്സിമം PYQs വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് എത്താനായിട്ട് പറ്റുന്നതാണ്. നമ്മളൊരു +2 കഴിഞ്ഞാൽ ഒരു ഡിഗ്രി നമ്മൾ പഠിച്ചതാണ്, നമ്മളെല്ലാവരും ഡിഗ്രി കഴിഞ്ഞ ആളുകളായിരിക്കും, പോട്ടെ +2 പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലാണ് നമുക്കൊരു 10ാം ക്ലാസ് യോഗ്യത. നമ്മൾ 5 മുതൽ 10 വരെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് മാത്സ് നമ്മൾ ചെയ്ത് പഠിക്കണം. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷും മാത്സും പേടിച്ചിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ഡെയിലി കുറേശ്ശെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് കൂട്ടാൻ അറിയില്ലായിരിക്കും, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ക്ലാസ്സിൽ കണ്ട് നിങ്ങൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. സെക്കൻഡ് ഡേ നിങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ട് പഠിക്കും, അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആയി. തേർഡ് ഡേ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയി. അങ്ങനെ 3, 4, 5, 6 അങ്ങനെ ഓരോ ഡേയ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കും കേട്ട് ഞാൻ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താണെന്നുള്ളത് മറ്റൊരാളോട് ചോദിച്ചിട്ടല്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ ജീവിതം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇന്നെടുക്കുന്ന ഡിസിഷനാണ് നാളെ നമ്മൾ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് AZB അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിൽ കോഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BFA LDC എല്ലാം കൂടെ പ്രയാണം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ ഓരോ ദിവസം പഠിച്ചു പോകേണ്ട കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. മെൻറ്ററുടെ നമ്പർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം നൽകുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും അഡീഷണൽ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, അതുപോലെ ടീച്ചർ സപ്പോർട്ട്, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പറയും പോലെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ജോലിയിൽ എത്തിക്കുക എന്നുള്ളത് എന്താണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് കാര്യവും അതുപോലെ ജോലിയിൽ എത്തിക്കുന്നത് വരെ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ. താങ്ക് യു.